ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം അരവിന്ദ് കെജ്രിവാൾ നാളെ രാജിവെച്ചേക്കും. പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മന്ത്രി അതിഷി മർലേനയ്ക്കാണ് കൂടുതൽ സാധ്യത. എംഎൽഎമാരുടെ യോഗം ഇന്നോ നാളെയോ കെജ്രിവാൾ വിളിച്ചേക്കും. കെജ്രിവാൾ നാടകം അവസാനിപ്പിച്ച് സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ബിജെപിയും പറയുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നോബിൾ. ഡൽഹിയിൽ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വെരി ഗുഡ് മോർണിംഗ് സുജയ. ദില്ലിയിൽ ഓണം അങ്ങ് ആഘോഷിച്ചു വന്നപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ താൻ രാജിവെക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപനം നടത്തിയത്. പിന്നെ അല്പം വാർത്തകൾക്ക് പിന്നാലെയായി പോയി കാര്യം എന്ന കാര്യത്തിൽ അത്തരത്തിൽ പറയേണ്ടി വന്നു. എന്താണെങ്കിലും ഓണം മറുനാടൻ മലയാളികളും കൃത്യമായി തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. നമ്മളും ചെറിയ തോതിലൊക്കെ ഓണം അങ്ങോട്ട് ആഘോഷിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഡൽഹിയിലെ പൂക്കളത്തിൽ നമ്മൾ തൃക്കാക്കരയപ്പനെ വെക്കാനായിട്ട് അങ്ങോട്ട് കയ്യിലോട്ട് എടുത്തപ്പോഴാണ് ഞാൻ രാജിവെക്കാൻ പോണു എന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചത്. അടുത്തത് ആരായിരിക്കും? അതിഷിക്കാണോ സാധ്യത? ഇപ്പോൾ കൈവശം കൂടുതൽ വകുപ്പുകളൊക്കെ അതിഷിക്കാണല്ലോ. തീർച്ചയായും അതിഷി മർലേനയാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വിശ്വസ്ത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയതിനു ശേഷം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്ത നേതാവ് അതിഷി മർലേനയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ദില്ലിയിൽ ആര് ദേശീയ പതാക ഉയർത്തും എന്നൊരു ചോദ്യം ഉണ്ടായപ്പോൾ അന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് അതിഷി മർലേന അത് ഉയർത്തും എന്ന കത്താണ് അരവിന്ദ് കെജ്രിവാൾ നൽകിയത്. സ്വാഭാവികമായും ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അതിഷി മർലേനയ്ക്ക് തന്നെയാണ്. കൽക്കാജിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. മാത്രമല്ല, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത്, വനിതാ ശിശുക്ഷേമം അടക്കം 11ഓളം വകുപ്പുകൾ അതിഷി മർലേന കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഷീലാ ദീക്ഷിത്തിനും അതോടൊപ്പം തന്നെ സുഷമ സ്വരാജിന് ശേഷം ദില്ലി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന ആദ്യ വനിതയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അതിഷി മർലേനയ്ക്ക് മുന്നിൽ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എന്താണെങ്കിലും ആം ആദ്മി പാർട്ടി കടന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കെജ്രിവാൾ ഇന്നലെ വ്യക്തമാക്കിയത് 2 ദിവസത്തിനകം താൻ എംഎൽഎമാരുടെ യോഗം വിളിച്ച ശേഷം രാജി പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. നാളെ ഒരുപക്ഷെ ആ യോഗം ചേരും എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തേക്ക് വരുന്നത്. നാളെ എംഎൽഎമാരുടെ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ അതിഷിയുടെ പേര് പറയാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിഷി മർലേനയുടെ സത്യപ്രതിജ്ഞ അത് ഉടൻ തന്നെ ഉണ്ടാകും. നാളെ തന്നെ ഒരുപക്ഷെ കെജ്രിവാളിൻ്റെ രാജിക്കും സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് ചില പേരുകൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഈ കൂടെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന പല നേതാക്കളും ആം ആദ്മി പാർട്ടിയിൽ ഉണ്ട്. അത്തരത്തിൽ സൗരഭ് ഭരദ്വാജ് ആകട്ടെ, അല്ലെങ്കിൽ ഗോപാൽ റായ് ആകട്ടെ, കൈലാഷ് ഗെഹ്ലോട്ട് ആകട്ടെ, ഇത്തരത്തിൽ നിലവിൽ മന്ത്രിസഭയിലെ അരവിന്ദ് കെജ്രിവാളുമായി അടുത്ത് നിൽക്കുന്ന മറ്റ് മന്ത്രിമാരും ഉണ്ട്. ഇവരുടെ പേരുകളും ചർച്ചകളിൽ നിറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അത് അതിഷി മർലേനയ്ക്ക് തന്നെയാണ്. കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളിൻ്റെ പേരും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ കെജ്രിവാൾ നേരത്തെ ജയിലിൽ പോയപ്പോൾ പോലും സുനിത കെജ്രിവാളിന് ഈ മുഖ്യമന്ത്രി പദം നൽകാത്ത പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും അതിഷിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, എംഎൽഎമാരുടെ യോഗത്തിൽ കെജ്രിവാൾ അതിഷിയുടെ പേര് പറയുകയാണെങ്കിൽ അതിനപ്പുറം മറ്റ് ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകും എന്നും ആരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. അതേസമയം കോൺഗ്രസും ബിജെപിയും ഒരുപോലെ കെജ്രിവാളിൻ്റെ രാജി, പ്രത്യേകിച്ച് ഇതൊരു നാടകമാണ് എന്ന നിലപാട് തന്നെയാണ് ബിജെപി പങ്കുവയ്ക്കുന്നത്. കെജ്രിവാളിന് അത്തരത്തിൽ രാജിവെക്കണമെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിട്ട് രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടൂ എന്ന വലിയ വെല്ലുവിളി ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കോൺഗ്രസ് ആണെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. ദില്ലിയിലും സഖ്യമുണ്ടാകില്ല എന്ന് ആം ആദ്മി നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിക്കുക എന്നത് മാത്രമാണ് ഇനിയിപ്പോൾ അവർക്ക് മുന്നിലുള്ള രാഷ്ട്രീയ നീക്കം. ആ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാജി അത് എത്രയും വേഗം വേണം എന്ന നിലപാട് കോൺഗ്രസിനുമുണ്ട്. കാരണം മുഖ്യമന്ത്രി പദത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ തുടരുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചപ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടമകൾ നിർവഹിക്കുവാനോ എന്താണെങ്കിലും കോടതി അനുമതി നൽകിയില്ല. സ്വാഭാവികമായും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അതൊരു ഭരണപ്രതിസന്ധി കൂടി ദില്ലിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു മറുവശം കൂടി ഇതിനുണ്ട്. ആ പശ്ചാത്തലത്തിൽ കെജ്രിവാളിൻ്റെ രാജി കോൺഗ്രസും ആവശ്യപ്പെടുന്നു. എന്താണെങ്കിലും കെജ്രിവാളിൻ്റെ രാജിക്ക് ശേഷം അതിഷി മർലേന മുഖ്യമന്ത്രി ആവാസത്തിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വരുന്ന ഫെബ്രുവരി, അതായത് നവംബർ മാസത്തിൽ ദില്ലിയിൽ ചോദിച്ചു നോക്കണം. നോബിൾ മാരിക്കാരൻ, ഇന്നത്തെ ഒരു പ്രൈസ് ക്യാച്ച് എന്ന് പറയുന്നത് അതിഷി മർലേനയുടെ ഒരു പ്രതികരണമാണ്. നോബിളിന്റെ സുഹൃത്താണല്ലോ, അതിഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ നോബിൾ. അപ്പോൾ അതിഷിയുടെ ഒരു പ്രതികരണം നമുക്ക് പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറിൽ എത്തിക്കാം. അരവിന്ദ് കെജ്രിവാൾ വെറുതെ ഒരു രാജിക്കായി ഒരുങ്ങില്ല, ഇതൊരു തയ്യാറെടുപ്പിനായുള്ള രാജിയാണ് എന്ന് വേണം കരുതാൻ. താങ്ക് യു നോബിൾ ഫോർ ദ അപ്ഡേറ്റ്. നമുക്ക് കുറേ പ്രേക്ഷകരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നോബിളിന്റെ ഓണാഘോഷത്തിന് വിള്ളൽ വരുത്തിയ കെജ്രിവാൾ രാജിവെക്കുക, നോബിൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യമെന്നാണ് നിതീഷ് പറയുന്നത്. അപ്പോൾ